വൈകിട്ട് വിളക്ക് വെപ്പും നാമജപവും ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് അലർജിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ തല കുളിച്ചിട്ടില്ല, മേല് കഴുകിയതിന് ശേഷം വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒന്ന് വെറുതെ സിറ്റ് ഔട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ നാമജപം കഴിഞ്ഞിട്ട്. എന്നിട്ട് നേരെ നമ്മുടെ ചോറും കറിയും വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചോറ് ആയി, നമ്മൾ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. കറിയായിട്ട് അമ്മ ഇന്ന് രാവിലെ മുതൽ പറയാൻ തുടങ്ങിയതാണ് താളും കപ്പയും കൂടെ കറി വെക്കണമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ ഈ താള് കറി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ കഴിച്ചില്ല. എൻ്റെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ചേച്ചിമാരൊക്കെ കൂടെ എന്നോട് ചേനപ്പൂവ് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിച്ചിട്ട്. അപ്പോൾ അന്ന് ചൊറിഞ്ഞ് ആകെ മൊത്തത്തിൽ പണി കിട്ടിയത് കൊണ്ട് എനിക്ക് ഈ ചേമ്പ് കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ, ചൊറിയും എന്നുള്ള പേടിയാണ്. അപ്പം ഇന്ന് കുറച്ച് നാളായി. പിന്നെ അമ്മയ്ക്ക് പ്രായമായതല്ല, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് കപ്പ നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തു. കാരണം അതൊരു കല്ലിപ്പുള്ള കപ്പയായിരുന്നേ, കുഴമ്പ് രൂപത്തിലാവണം തോന്നുന്നു ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോഴത്ത്. കല്ലിപ്പുള്ള കപ്പ ആയതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ വേവായിട്ടു. അതിൻ്റെ കൂടെ താളും ഇട്ടതിന് ശേഷം അമ്മ അരിഞ്ഞ് തന്നിട്ടുള്ള താളും കൂടെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, കുഞ്ഞുള്ളിയും കൂടെ എടുത്തിട്ട് നമ്മൾ ഈ വേവിക്കാൻ കപ്പയും താളും കൂടെ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ വേവിച്ചിട്ടുള്ളത്. ഒന്ന് നല്ല വെന്ത് കിട്ടിയതിന് ശേഷം, താള് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഈ അരപ്പ് ചേർത്ത് ചെറിയൊരു തിള വന്നു. എന്നിട്ട് നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ടു. ഞാൻ ഇവിടെ പണിയെടുക്കുന്നതിൻ്റെ കൂടെ അമ്മയോട് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അത് അരിഞ്ഞ് തന്നു. അമ്മയ്ക്കെല്ലാം ഓംപ്ലേറ്റ് ഉണ്ടാക്കുക. അതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ കഴിച്ചോളൂ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് കിട്ടാം. എനിക്ക് പക്ഷേ മുട്ടയൊന്നും വേണ്ട. ഞാൻ ഈ താളുകറി ഉപ്പിലിട്ട മാങ്ങ, എനിക്ക് എന്ത് കറിയാണെങ്കിലും, തൈരല്ലാത്ത എന്ത് കറിയാണെങ്കിലും ഒരു പുളിപ്പ് വേണം. അപ്പോൾ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.